കളെ കുണ്ഠിതം വീണ്ടും ആളിക്കത്തുകയാണല്ലോ. ഹക്കീം ഫൈസി ദാറുലുദ ചെന്ന് പറഞ്ഞാണ്ട് വലിയ ഒച്ചയും ബഹളമൊക്കെയാണ്. ഞാൻ ആ വീഡിയോ ഇറക്കണ ചെക്കണ്ടല്ലോ, മാനന്തവാടിയുള്ള ആ ഊച്ചാളി ഫൈസി ഓനെ വിളിച്ചു. പിന്നെ ഇതാ വിഷയം എന്ന് പറഞ്ഞാൽ വേഗം കട്ടാക്കും. അങ്ങനത്തെ ഷണ്ടന്മാരാ. സംവദിക്കാനുള്ള കഴിവൊന്നും ഈ ഷജറക്കൊന്നുമില്ല. ആശയത്തെ ആശയപരമായി നേരിടാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള മരുന്നില്ലാതെ വരുമ്പോൾ ചില ആളുകൾ പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് പ്രതിയോഗിയെ സംബോധന ചെയ്യുക എന്നുള്ളത്. അതാണ് ഇവിടെയും നിങ്ങൾ കാണുന്നത്. വളരെ വൃത്തികെട്ടതും തരം താഴ്ന്നതുമായ ഭാഷ പ്രയോഗിച്ച് അതിലാണ് വിജയം എന്ന് സ്വയം ഊറ്റം കൊള്ളുകയും തൻ്റെ ശ്രോതാക്കൾക്ക് ആശ്വാസം പകരുകയും ചെയ്യാൻ വേണ്ടി ഹീനശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി രാവിലെ എനിക്ക് ഫോൺ വിളിച്ചിരുന്നു. ഇയാളാണ് എന്നറിഞ്ഞ ഉടനെ ഞാനത് കട്ടാക്കി. കാരണം എൻ്റെ മുന്നനുഭവം ഇതേ വാക്കുകളും ഇതേ പ്രയോഗങ്ങളുമായിരുന്നു അതിന് പ്രേരിപ്പിച്ചത്, എന്നെ വീണ്ടും അത് കട്ടാക്കാൻ പ്രേരിപ്പിച്ചത്. ഇതുപോലെ വൃത്തികെട്ട ഭാഷ പ്രയോഗിച്ചുകൊണ്ടും വിളിച്ചുകൊണ്ടുമൊക്കെ കോൾ ചെയ്യുന്ന ആളുകളെ ഞാൻ കട്ടാക്കാറാണ് പതിവ്. കാരണം നമുക്കതിൻ്റെ പാപഭാരം പേറാനുള്ള ഒരു അമലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത്തരം കോളുകളൊക്കെ കട്ടാക്കലാണ് പതിവ്. എന്നാൽ മാന്യമായി സംസാരിക്കാൻ വിളിക്കുന്ന വാഫികൾ ഉണ്ടായിട്ടുണ്ട്, ഉദവികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരോട് മാന്യമായി സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഭാഷ വളരെ തറയാണ്, വളരെ തരം താഴ്ന്നതാണ്. ഇതുപോലെ എനിക്ക് കോൾ ചെയ്യുന്ന മറ്റൊരാളുണ്ട്, ഒരു മുജാഹിദ് ചെറുപ്പക്കാരനാണ്, കൊണ്ടോട്ടി ഭാഗത്തുനിന്ന്. അദ്ദേഹം പല നമ്പറിൽ നിന്ന് ഇതുപോലത്തെ തരം താഴ്ന്ന ഭാഷയിൽ സംസാരിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാനത് കട്ടാക്കലാണ്, ബ്ലോക്ക് ചെയ്യലാണ്. മാന്യമായി സംസാരിക്കാൻ വേണ്ടി വിളിക്കുന്നവരെ മാന്യമായി സ്വാഗതം ചെയ്യാറുമുണ്ട്. എന്തായാലും അതിരിക്കട്ടെ. ഈ വ്യക്തി ആരാണ്? ഈ ഹമീദ് കീശേരി എന്ന വ്യക്തി ഇപ്പോൾ തലപൊക്കിയത് ഇലക്ഷന് ശേഷമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ലീഗ് സ്ഥാനാർത്ഥി തോൽക്കാനുള്ള കാരണം എന്താണ് എന്ന് ആ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. ഇദ്ദേഹത്തിൻ്റെ നിരന്തരമായ സമസ്തയ്ക്ക് എതിരെയുള്ള ഈ മെസ്സേജുകളിലും ഈ ശബ്ദ സന്ദേശങ്ങളിലും മനം മടുത്തിട്ട് അവിടുത്തെ സമസ്തക്കാരായ ആളുകൾ പോലും വോട്ട് മാറ്റി ചെയ്തു. ഈ ഒരൊറ്റ വ്യക്തിയാണ് അവിടെ ആ സ്ഥാനാർത്ഥി, അതായത് ഷുവർ സീറ്റിൽ തോൽക്കാനുള്ള കാരണം. എന്നാൽ നാട്ടിലെ മുഴുവൻ ആളുകൾക്കറിയാം, നാട്ടുകാരെന്നോട് പങ്കുവെച്ചതാണ്. അതിനുശേഷം ഇയാൾ പൊങ്ങുന്നത് ഇപ്പോഴാണ് ഇത്തരം വോയിസുകളുമായിട്ട്. ഇനി അദ്ദേഹം AV ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കി. AV മൗലവി, നമ്മളെ മുഷാവറാങ്ക് AVനെ വിളിച്ചു. എന്താ ഈ വിഷയത്തിൻ്റെ വാഫി വിഷയത്തിൻ്റെ പഠിക്കാൻ വെച്ച സമിതിൻ്റെ കൺവീനർ AVയാണ്. അപ്പോൾ കൺവീനർ തന്നെ വിളിച്ചു. എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ഹക്കീം ഫൈസിനെ പലവട്ടം കേട്ടു പറഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചും മറിച്ചും ഞാൻ AVനോട് ചോദിച്ചു, ഈ ഹക്കീം ഫൈസിക്ക് ആരോപിക്കപ്പെട്ട അയാളെ പുറത്താക്കിയപ്പോൾ ആരോപിച്ചല്ലോ, പിന്നെ നബി നിന്ന മതവിരുദ്ധത അങ്ങനത്തെ കുറ്റങ്ങളൊക്കെ, ആ വിഷയത്തിൽ അയാളോടൊരു വിശദീകരണം ചോദിച്ചോ? പല കോലത്തിലും ഞാൻ ചോദിച്ചു. അപ്പോൾ AV പറഞ്ഞതിന് കൃത്യമായിട്ട് മനസ്സിലായി, അയാളെ കേട്ടിട്ടില്ല. ബഹുമാനപ്പെട്ട AV ഉസ്താദിനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പ്രയോഗിക്കുന്ന ആ രീതി നോക്കണം നിങ്ങൾ. ഒരാളെ അല്ലാഹു തആല വഴിപിഴപ്പിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആലിമീങ്ങളോടുള്ള ആദരവിനെ എടുത്തു കളയുന്നതാണ്. അങ്ങനെയാണ് മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത്. അവരുടെ പ്രധാന കാരണം ആലിമീങ്ങളോട് അവർക്ക് യാതൊരു ബഹുമാനം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് ബഹുമാനം ഉണ്ടാവില്ല, ആലിമീങ്ങളോട് ബഹുമാനം ഉണ്ടാവില്ല. അത് ഒരു മനുഷ്യൻ വഴിപിഴക്കുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റിലെ ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ സുഹാബികൾ എന്നറിയപ്പെടുന്നത്. വഹാബിസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് നിങ്ങളീ കേട്ടത്. ബഹുമാനപ്പെട്ട ഒരു സമസ്ത മുഷാവറ അംഗമായ AV ഉസ്താദിനെ വെറും AV എന്ന് ആണ് ഇയാൾ അഭിസംബോധന ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഇദ്ദേഹം ഉമർ ഫൈസിയെയും മറ്റൊക്കെ വളരെ നികൃഷ്ടമായ ഭാഷയിൽ പറയുന്ന ഭാഗങ്ങളുണ്ട്. ഞാനതൊന്നും ഇവിടെ കേൾപ്പിക്കുന്നില്ല, അതല്ല ലക്ഷ്യം. ഇവിടെ ഇദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന് മറുപടി പറയാം നമുക്ക്. ഹക്കീം ഫൈസിയെ കേട്ടിട്ടുണ്ടോ ഇല്ലേ, ഇതിനാണ് നമ്മളിന്ന് മറുപടി പറയുന്നത്. ഹക്കീം ഫൈസിനെ ഞാനന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിനാൽ ഒരു വട്ടം എന്നല്ല, അരവട്ടം പോലും ആ വിഷയത്തിൽ കേട്ടിട്ടേ ഇല്ല. പച്ചക്കളവാണ് ഇദ്ദേഹം ഈ പറയുന്നത്. ഇത് വാഫികൾ ആവർത്തിക്കുന്ന അതേ കളവ്
ഇയാളും അത് തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഹക്കീം ഫൈസിയെ നിരവധി തവണ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിളിപ്പിക്കുകയും ആ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരിട്ട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ വാഫികളെ കൂട്ടിയിട്ട് ചർച്ച ഉണ്ടായിട്ടുണ്ട്, ഹക്കീം ഫൈസിയെ ഉൾപ്പെടുത്തിയിട്ട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കൃത്യമായ തെളിവുകൾ ഞാൻ പറഞ്ഞുതരാം. മുസ്ലിം ലീഗിൻ്റെ നേതാവായി അറിയപ്പെടുന്ന MC മായിൻ ഹാജി, അതുപോലെ തന്നെ മന്നാർ ഇസ്മായിൽ കുഞ്ഞുഹാജി എന്നിവർക്ക് മുൻകൈയെടുത്തിട്ട് ഒരു ചർച്ച നടത്തി. ജിഫ്രി തങ്ങളുടെയും MT ഉസ്താദിൻ്റെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും സമ്മതത്തോടെയായിരുന്നു കോഴിക്കോട് ഹോട്ടൽ വൈറ്റ് ലൈനിൽ, കൃത്യമായിട്ട് ലൊക്കേഷൻ അടക്കം പറയുന്നുണ്ട്, പങ്കെടുത്ത ആളുകളെ കൂടി പറയാം. അതിൽ ഹക്കീം ഫൈസി ആദർശേരി, അലി ഫൈസി തൂത, അഹമ്മദ് വാഫി കക്കാട് എന്നിവരുമായി മണിക്കൂറുകളാണ് സമസ്തയുടെ പണ്ഡിതന്മാർ ഇവർക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ട് നീണ്ട ചർച്ച നടത്തിയത്. മനസ്സിലായോ? എവിടെയാണ്? ഹോട്ടൽ വൈറ്റ് ലൈനിൽ, കോഴിക്കോട് ഹോട്ടൽ വൈറ്റ് ലൈനിൽ വെച്ചുകൊണ്ടാണ് ഈ ചർച്ച നടത്തിയത്. ഇതിൽ പങ്കാളികളായത് MC മായിൻ ഹാജി അടക്കമുള്ള ആളുകളുണ്ട്. ഇവർക്ക് ഒരിക്കലും ഇത് നിഷേധിക്കാൻ കഴിയില്ല. കാരണം ഉടലോടെ ഹക്കീം ഫൈസി ആ ചർച്ചയിൽ പങ്കെടുത്ത ആളാണ്. ഹക്കീം ഫൈസി അവിടെ കേട്ടിട്ടുണ്ട്, സമസ്തയുടെ നേതാക്കൾ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? അതിലൊന്നും സമസ്തക്ക് അദ്ദേഹം വഴങ്ങിയിട്ടില്ല എന്നത് കൊണ്ട് തന്നെയാണ് സമസ്ത ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത്. ഇനി അടുത്തത് പറയാം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏൽപ്പിച്ചതനുസരിച്ച് സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്മായിൽ കുഞ്ഞു ഹാജി, MC മായിൻ ഹാജി എന്നിവർ മുണ്ടക്കുളം ശംസുൽ ഉലമ കോളേജിൽ വെച്ച് ഹക്കീം ഫൈസി ഉൾപ്പെടെ 3 CIC പ്രതിനിധികളുമായി ദീർഘമായി ചർച്ച നടത്തി. രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. എവിടെയാണ് ലൊക്കേഷൻ? ശംസുൽ ഉലമ കോളേജ്, മുണ്ടക്കുളം. നിഷേധിക്കാൻ ഹക്കീം ഫൈസി തയ്യാറാവണം, അല്ലെങ്കിൽ മായിൻ ഹാജി തയ്യാറാവണം. ഇതിലാരെങ്കിലും ഈ ഒരു ചർച്ച നിഷേധിക്കാൻ തയ്യാറാവുമോ? അവിടെ പങ്കെടുത്ത ആരാണ്? ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡൻ്റായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലാണ് ആ ചർച്ച നടന്നത്. ഹക്കീം ഫൈസിനെ അവിടെ തൊള്ളക്ക് സീല് വെച്ചിട്ട് 2 കൈയും കാലും കെട്ടിയിട്ടാണോ ആ യോഗത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്? പച്ച നുണ തള്ളുതന്നെ, പച്ച നുണ സോഷ്യൽ മീഡിയയിലൂടെ തള്ളുക. ഇനി നോക്കൂ നിങ്ങൾ. അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അബ്ദുസമദ് പൂക്കോട്ടൂർ എന്നിവർ മുൻകൈയെടുത്ത് MT അബ്ദുള്ള മുസ്ലിയാരുമായും സാദിഖ് അലി ശിഹാബ് തങ്ങളുമായും പലവട്ടം സംസാരിച്ച് രൂപം കാണുകയും സാദിഖ് അലി തങ്ങൾ ഹക്കീം ഫൈസിയുമായി സംസാരിച്ച് ഏകദേശം ധാരണ ഉണ്ടാക്കുകയും അക്കാര്യം തങ്ങൾ നേരിട്ട് വിദ്യാഭ്യാസ ബോർഡിൽ അവതരിപ്പിച്ച് നേതാക്കളുടെ അംഗീകാരം വാങ്ങുകയും ചെയ്ത ഫോർമുല അംഗീകരിക്കാൻ വേണ്ടി അവസാന സിറ്റിംഗ് പാണക്കാട്ടേക്ക് തങ്ങൾ എല്ലാവരെയും വിളിച്ചു ചേർത്തു. ഇത്രയും ചെയ്തു സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്നിട്ട് ഈ സിറ്റിങ്ങിലേക്ക് MC മായിൻ ഹാജി, ഇസ്മായിൽ കുഞ്ഞു ഹാജി എന്നിവരെയും തങ്ങൾ വിളിച്ചിരുന്നു. അവസാന നിമിഷം സിറ്റിങ്ങിൻ്റെ തലേ ദിവസം ഹക്കീം ഫൈസി ഒഴിഞ്ഞു മാറി. അവസാന ദിവസമാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത് ഹക്കീം ഫൈസി അതിലേക്ക് വരില്ല എന്നറിയിച്ചിട്ടുണ്ട്, തൽക്കാലം ആ ചർച്ച വേണ്ട എന്നറിയിച്ചിട്ടുണ്ട്. അവിടെ മുൻകൈയെടുത്തത് ആരാണ്? ഹമീദ് ഫൈസിയും അബ്ദുസമദ് പൂക്കോട്ടൂരാണ്. ഇവർ രണ്ടാളും കണ്ടപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്ന് തീർക്കണം, ആത്മാർത്ഥമായിട്ട് തന്നെ അവർ രണ്ടാൾ ചർച്ച ചെയ്തു. അങ്ങനെ അവർ മുൻകൈയെടുത്ത് MT ഉസ്താദിനെ പോയി കണ്ടു, സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോയി കണ്ടു. എന്നിട്ട് ഈ പ്രശ്നങ്ങളൊന്നും തീർക്കണം, നേരിട്ട് ഹക്കീം ഫൈസിയെ വിളിച്ചിട്ട് നേരിട്ട് നമുക്ക് ചർച്ച നടത്താം, എന്നിട്ട് ഈ പ്രശ്നങ്ങളൊന്നും തീർക്കാം എന്ന് പറഞ്ഞപ്പോൾ അവസാന ലാക്കിൽ ഹക്കീം ഫൈസി അവിടുന്ന് പിന്മാറി. എന്താണ് അതിൻ്റെ അർത്ഥം? അന്നം തിന്നുന്നവർക്ക് ചോറ് തിന്നുന്നവർക്ക് അറിയില്ലേ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന്? അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ല. ഇനി നോക്ക് നിങ്ങൾ. 13/2/23 MC മായിൻ ഹാജിയുടെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയെ ഹക്കീം ഫൈസിയുമായി സംസാരിക്കാൻ സാദിഖ് അലി തങ്ങൾ വീണ്ടും ചുമതലപ്പെടുത്തി. മായിൻ ഹാജി 13-ന് തന്നെ ഹക്കീം ഫൈസിയെ വിളിച്ചു, ഇക്കാര്യം പറഞ്ഞു. ഈ വിഷയത്തിൽ ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഹക്കീം ഫൈസി തീർത്തു പറഞ്ഞു. സാദിഖ് അലി തങ്ങൾ ഏൽപ്പിച്ചതാണെന്ന് മായിൻ ഹാജി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ടാവട്ടെ, മധ്യസ്ഥന്മാർ ആവശ്യമില്ലെന്നും ഹക്കീം ഫൈസി പറഞ്ഞു.
അതായത് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിപ്പിച്ചിട്ട് പോലും അദ്ദേഹം കൊടുത്ത പ്രതികരണമാണിത്. ആരാണ് ഇവിടെ പാണക്കാട് തങ്ങന്മാരുടെ കൂടെ നിൽക്കുന്നത് എന്ന് നോക്കണം. തങ്ങളെ ധിക്കരിച്ച് തങ്ങൾ വിളിച്ചിട്ട് പോലും വന്നില്ല. എന്താ പറഞ്ഞത്? തങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് സംസാരിക്കട്ടെ, വേറെ അതിൻ്റെ ഇടയിൽ ആൾ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒടുവിൽ PK കുഞ്ഞാലിക്കുട്ടിയും സയ്യിദ് ആബിദ് ഹുസൈൻ തങ്ങളും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർ എന്നിവരുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമം നടത്തി. എന്നിട്ടും ഒഴിഞ്ഞു മാറിയില്ല. ഇവർ പ്രശ്നപരിഹാരത്തിന് സമസ്ത എന്നിട്ടും അവിടെ പോയി. ഇങ്ങനൊക്കെ ഇയാൾ ധിക്കാരം കാണിച്ചിട്ടും എന്നിട്ടും അവിടെ പോയി. അവസാന നിമിഷം അതും നടക്കാതെ പോയി. അതിൻ്റെ അവസാന നിമിഷം എന്താണ് സംഭവിച്ചത് നമുക്കറിയാലോ. അവസാനം ഈ തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ സമസ്ത പിന്നൊന്നും പറയരുത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഡിമാൻഡാണ്. ഈ 9 തീരുമാനങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ സമസ്ത ഒന്നും പറയരുത്. ഓക്കെ, മധ്യസ്ഥന്മാരാണല്ലോ, സമസ്ത അത് അംഗീകരിച്ചു. പക്ഷേ ആ 9 തീരുമാനങ്ങൾ അംഗീകരിച്ചില്ല. ഇതാണ് അവസാനമായിട്ടുണ്ടായത്. പരമാവധി ഒന്നിച്ചു പോകാനുള്ള വഴികളാണ് സമസ്ത തേടിയത്. അതിനുവേണ്ടി നിരവധി സമയങ്ങളും സമ്പത്തും സമസ്ത മാറ്റി വച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. വന്യവയോധികരായ പണ്ഡിതന്മാരുടെ മുന്നിൽ ഈ ഒരു ഫൈസി നടത്തിയ ധാർഷ്ട്യം, ഇതിനെയാണ് ഈ സൈബർ പോരാളി ആർക്കോ വേണ്ടിയിട്ട് വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിന് മറ്റുള്ള ആളുകളെ ടൈറ്റ് പേരും ഇരട്ടപ്പേരും തെറിയും മോശപ്പെട്ട ഭാഷയിലുമൊക്കെ അഭിസംബോധന ചെയ്യുന്ന ഈ ഒരു ഏർപ്പാട് ഇവരവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ സമൂഹം നിങ്ങളെ കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അതുകൊണ്ട് ഹമീദ് കീശേരിനോട് പറയാനുള്ളത്, തൊള്ളട്ടടിച്ചിട്ട് കാര്യമില്ല. കൃത്യമായ തെളിവുകൾ വെച്ച് ഇതുപോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മറുപടി പറയണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.